ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നും ഒരു ടിപ്പ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിൽ കട്ടയൊന്നും പെടാതെ അഥവാ നമ്മൾ കുഴയ്ക്കുമ്പോൾ കുറച്ച് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഷോപ്പിൽ കിട്ടുന്ന പോലെ എങ്ങനെ പുട്ടുണ്ടാക്കി എടുക്കാം എന്നുള്ളത് അതിനായിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ പോലെ പുട്ട് നനച്ചെടുക്കുക. ഉപ്പും വെള്ളവും നാളികേരവും ഒക്കെ ചേർത്ത് എങ്ങനെയാണോ നിങ്ങൾ കുഴയ്ക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ പുട്ട് നനച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ പുട്ട് നനച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു സ്ട്രെയിനർ, അതായത് ഒരു അരിപ്പയിലിട്ടിട്ട് പതുക്കെ അതിനൊന്ന് അരിച്ചു കൊടുക്കാം. അതായത് പതുക്കെ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സാധാരണ പോലെ അരിക്കാൻ പറ്റില്ല, കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് വേണം അരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ അരിപ്പ ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് അരിച്ചരിച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളൊന്ന് എല്ലാ പുട്ടിൻ്റെ നനച്ച പുട്ടുപൊടി മുഴുവനായിട്ട് നമ്മൾ അരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചതിന് ശേഷം നമുക്കിനി നോക്കാം കേട്ടോ. ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, പുട്ടുപൊടിയുടെ ആ ഒരു ടെക്സ്ചർ മാറി നല്ല തരിതരി പുട്ടുപൊടി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന മോൾഡ് ഏതാണെങ്കിൽ അതിലിട്ടതിന് ശേഷം സാധാരണ പോലെ സ്റ്റീം എടുത്ത് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ വലിയ പുട്ട് കുറ്റി പോലത്തേലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിരട്ടയിലോ എന്തിൽ വേണമെങ്കിലും വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് പുറത്തോട്ട് പുട്ടെടുക്കണം. പുട്ടെടുക്കുന്ന സമയത്ത് നമ്മളിതൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ പുട്ട് കുറ്റി നന്നായി തണുത്തിട്ടുണ്ടായിരിക്കണം പുട്ടെടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് അർജൻറ്റായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പുട്ട് വെച്ചിട്ടുള്ള ആ മോൾഡ് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതായത് നനഞ്ഞ തുണി ഒന്ന് ഒരല്പസമയം ചുറ്റി പിടിച്ചോളൂ, അല്ലെങ്കിൽ ഒരു പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ടെങ്കിലും ഒന്ന് നനച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ പുട്ട് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്, കുറ്റിയിൽ നിന്ന് പുറത്തോട്ട് എടുത്ത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണത്, നന്നായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ അതേപോലെ തന്നെയുള്ള ഒരു പുട്ട് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല സോഫ്റ്റായിട്ടും ആയിരിക്കും കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നന്നായി കുഴക്കലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. കുഴയ്ക്കുമ്പോൾ കുറച്ച് നാളികേരവും നന്നായിട്ട് ഇട്ടിട്ട് കുഴച്ചെടുത്ത് ഒരല്പസമയം കുഴയ്ക്കണമെന്ന് മാത്രം കൂടി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് ഇതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നന്നായി പൊടിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാത്ത നല്ല കടകളിൽ നിന്ന് കിട്ടുന്ന പോലെ ഇങ്ങനെ നല്ല തരുതരുന്നതിനുള്ള പുട്ട് കിട്ടാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ സോഫ്റ്റായിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു കുഞ്ഞ് ടിപ്പാണ്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും